നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിതീഷിന് സംഭവിച്ച കൈപ്പിഴ അവൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പെൺകുട്ടികളുടെ കാര്യത്തില് ഏട്ടന് സംഭവിച്ച ആദ്യത്തെ കൈപ്പിഴയല്ലല്ലോ അമ്മ ഇത്. മറ്റു പെണ്ണുങ്ങളുടെ കാര്യത്തില് ഏട്ടന്റെ മേല് ഇത്രയും വലിയൊരു പിടി മുറുകിയില്ല. അതുകൊണ്ട് ആ കേസുകളിൽ നിന്നെല്ലാം ഏട്ടൻ ഈസി ആയിട്ട് തടിയൂരി. ഇതിപ്പോ നന്ദുവിന്റെ കേസായതുകൊണ്ട് ശ്രീയും സുമിച്ചേച്ചിയും എല്ലാരും കൂടി ഏട്ടനെ കത്രിക പോട്ടിട്ട് പൂട്ടിക്കളഞ്ഞു. അങ്ങനെ നിക്കക്കളിയില്ലാതെ വന്നപ്പോ നിതീഷ് ഏട്ടൻ കല്യാണത്തിന് സമ്മതിച്ചു. ഇതല്ലേ ഉണ്ടായത്. ആത്മാർത്ഥമായിട്ടാണ് നിധിയേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? തൽക്കാലം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കല്യാണ നാടകം കളിച്ച് ഏട്ടൻ വീട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പില് നല്ല കുട്ടിയായിട്ട് മാറും. പക്ഷെ അപ്പോഴും നന്ദിതയുടെ ഭാവി എന്തായിരിക്കുമെന്ന് അമ്മ ആലോചിച്ചിട്ടുണ്ടോ? പുതുമോടി കഴിയുമ്പോ ഏട്ടൻ പൊടിയും തട്ടിയങ്ങ് പോകും. പിന്നെ കൊച്ചിനെ ഒക്കത്ത് വെച്ച് നന്ദിത വീണ്ടും ശ്രീയുടെ വീട്ടിലേക്ക് കയറി വരും. ജീവിതകാലം മുഴുവൻ ആ കണ്ണീര് ഞാൻ കൂടി കാണേണ്ടി വരും. നന്ദിത എവിടെയാണെന്ന് അറിയാൻ ഏട്ടൻ ആദ്യം എന്റെ അടുത്തൊരു നാടകം കളിച്ചു നോക്കി. ഞാൻ അതിൽ വീണില്ല. അപ്പോ അടുത്ത സെന്റിമെന്റൽ ഡ്രാമയായിട്ട് ശ്രീയുടെ വീട്ടിലേക്ക് കയറി വന്നു. അച്ഛനെയും അമ്മയൊക്കെ ഒരു വിധത്തില് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചു. പക്ഷെ ശ്രീയുടെ അടുത്ത് ഏട്ടന്റെ ഒരു നമ്പറും നടന്നില്ല. ആട്ടി ഇറക്കി നിധിയേട്ടനെ ശ്രീ വീട്ടിൽ നിന്ന്. ആട്ടി ഇറക്കിയെന്നല്ല, തല്ലി ഇറക്കിയെന്ന് വേണം പറയാൻ. സ്വന്തം ആങ്ങളെ ഭർത്താവ് കൈവയ്ക്കുന്നത് കണ്ട് ഒരക്ഷരം പോലും പ്രതികരിക്കാതെ നോക്കി നിന്നോളല്ലേ നീ. ശ്രീനിഷ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയതോടെ നീ ഒയ്യാരത്തെ കുടുംബത്തിലെ അംഗം അല്ലാതായോ? കുറച്ച് കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്റെ കൂറ് മുഴുവൻ ഇപ്പൊ ശ്രീയുടെ വീട്ടുകാരോടാണല്ലോ. ഒന്നുമില്ലെങ്കിലും നീയും നിതീഷും ഒരേ ചോരയല്ലേ? ആ ഒരു അനുകമ്പയെങ്കിലും നീ കാണിക്കണ്ടേ? അല്ലാതെ സ്വന്തം ഭർത്താവ് സഹോദരനെ തല്ലുമ്പോ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണോ വേണ്ടത്? ശ്രീ നിതീഷേട്ടനെ തല്ലിയത് ഒട്ടും ശരിയായില്ല. അതിന് ശ്രീക്ക് ഞാൻ കണക്കിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും എല്ലാവരും അതിന്റെ പേരിൽ ശ്രീ പൊളിച്ചടുക്കി. അതുകൊണ്ട് എന്റെ മോന് സംഭവിച്ച അപമാനം ഇല്ലാതാവോ? അവന് കിട്ടിയ തല്ലിന് ആര് സമാധാനം പറയും? ഒരമ്മ എന്ന നിലയിൽ നീ എന്റെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിച്ചു നോക്കണം മോളെ. നിതീഷിനെ കുറിച്ച് നീ പറഞ്ഞതൊക്കെ ശരിയാ. എന്റെ മക്കളിൽ വഴി പിഴച്ചു പോയ ഒരേ ഒരാൾ അവൻ മാത്രം. ഗിരി അവനെ എന്തെല്ലാം ജോലികൾ ഏൽപ്പിച്ചു. വിദേശത്തെ കമ്പനികളുടെ ചുമതല വരെ ഏൽപ്പിച്ചു. അവിടെയെല്ലാം പോയി പെണ്ണുങ്ങളുടെ പിറകെ നടന്നു. അതെല്ലാം തൊലച്ചു നിതീഷ്. ഇനിയെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും കൊണ്ടുവരാനും അവന്റെ മേലൊരു കടിഞ്ഞാണിടാനും ദൈവമായിട്ട് തന്നൊരു അവസരം ഇത്. ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തണം സനു. നന്ദിതയുടെ വീട്ടുകാർ കൊടുത്ത കേസ് മുറുകിയതോടെ നിതീഷിന് മുമ്പിൽ വേറെ വഴിയില്ലാതായി. അതാ അവൻ നിന്നെ കാണാൻ വന്നത്. നീ കൂടി കൈവിട്ട് കളഞ്ഞപ്പോഴാ അവൻ നാണം കെട്ട് ശ്രീനിഷിന്റെ വീട്ടിലേക്ക് കയറി വന്നത്. അത് അടിയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ഇനിയിപ്പോ എന്ത് വേണമെന്ന് അമ്മ പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിതീഷ് നന്ദിതയെ കല്യാണം കഴിക്കാതിരുന്ന അവൻ കേസിൽപ്പെട്ട് ജയിലിൽ പോവേണ്ടി വരും. നിതീഷ് അങ്ങനെ ഒരു കേസിൽപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിത് കഴിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷെ ഇത് തലവേദനയ്ക്കുള്ളതല്ലേ? അത് നീ ഞങ്ങളോടാണോ ചോദിക്കുന്നത്? ആ, ഇത് തലവേദനയ്ക്കുള്ളത് തന്നെയാ. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ. ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന്? നമുക്ക് അങ്ങോട്ട് പോ. അത് കുറച്ചു ദിവസം മുമ്പാ. എന്നാലും മെഡിക്കൽ ഷോപ്പ് അവിടെ തന്നെ കാണുമല്ലോ. അത് പിന്നെ ഞാൻ കാറിൽ ഇരുന്നപ്പോ ഡ്രൈവറെ പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചതാ. ശരി, ഡ്രൈവറെ വിളിപ്പിക്കാം. ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഈ മെഡിസിൻ നിന്റെ ഡ്രൈവർ ഏത് ഫ്ലൈറ്റ് പിടിച്ചാ പോയി വാങ്ങിയെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇവിടെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം മാഡം. ചന്ദ്രബോസ്, ഇതെന്റെ സ്റ്റേഷൻ പരിധിയാ മാഡം. ഇവിടെ ഇങ്ങനെ കൃത്രിമം കാണിക്കുക ഇവിടെ ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് മൊത്തം കഥയെ ഛർദ്ദിപ്പിക്കാൻ എനിക്കറിയാം മാഡം. നടക്കടി നടക്കാൻ. അയ്യോ, വിട്.
നടക്കാൻ കൊണ്ട്. അയ്യോ നടക്കടി, ചിറ്റപ്പ നടക്കടി കൊണ്ടും. ചിറ്റപ്പന വേദനിക്കുന്നു. മിണ്ടി പോരുന്നു നീ. നടക്കാൻ കൊണ്ട്. കേറി കേറാൻ. ഒരു മിനിറ്റ് ചന്ദ്രബോസ്. എന്താ മേഡം? ഈ രീതിയിലാണോ ചന്ദ്രബോസ് ഇവളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഷുവർ മേഡം. ഇവളൊന്നും കരുണ അർഹിക്കുന്നില്ല. പോലീസിന്റെ കൈയുടെ ചൂടറിയണവള്, എന്നാലേ നന്നാവൂ. ചന്ദ്രബോസിന്റെ ചേട്ടന്റെ മകളാണ്. അതൊന്നും ഇനി നോക്കുന്നില്ല മേഡം. കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയവളെ ഇവള്. ഇവള് ചത്തൂന്ന് കരുതിക്കോളാം ഞങ്ങള്. ചന്ദ്രബോസിന്റെ കസ്റ്റഡിയിലാണ് സുസ്മിത. അതിനിടെ സുസ്മിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ചന്ദ്രബോസിന്റെ കാര്യവും. ഐ ഡോണ്ട് കെയർ മേഡം. ഇവിടെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഞാൻ റെഡിയാ മേഡം. ഓ അങ്ങനെയാണോ? ചിറ്റപ്പൻ മുടിക്കുത്തിന് പിടിച്ചപ്പോ നിനക്ക് വേദനിച്ചോ? ഏയ് ഇല്ല. മേഡം മേഡം ഇപ്പോഴോ? എന്നെ കൊല്ലല്ലേ. മേഡം പ്ലീസ്. എന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയാകള് ചത്തങ്ങനെ പോയാ സർവ്വ ഉത്തരവാദിത്വവും ചന്ദ്രബോസ് ഏറ്റെടുക്കുന്നില്ലേ പറഞ്ഞേ? പോലീസിന്റെ കൈയുടെ ചൂടറിഞ്ഞാലേ ഇവളൊക്കെ നന്നാവും ചന്ദ്രബോസെ. ദാ, കൊണ്ടുവയ്ക്കോ. ഇന്നലത്തെ അത്താഴം ഞാൻ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രബോസ് ഇന്നത് കൊടുക്കാൻ മറന്നു പോയെങ്കിലോ എന്ന് കരുതി ഒരു മുൻകരുതൽ എടുത്തന്നേ ഉള്ളൂ. കേസ് ചാർജ് ചെയ്യണം. ചന്ദ്രബോസിന് ഇഷ്ടപ്പെട്ട വകുപ്പുകൾ വെച്ചല്ല, വകുപ്പുകൾ ഏതൊക്കെ വേണമെന്ന് എന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയും. അത് കഴിഞ്ഞാ നാളെ കോടതിയിൽ ഹാജരാക്കണം. പിന്നെ ഇവൾ പുറം ലോകം കാണരുത്. യു അണ്ടർസ്റ്റാൻഡ്? യെസ് മേഡം. ചന്ദ്രബോസ് നിരാശപ്പെടണ്ട. കുടുംബത്തിന് കൊള്ളാത്തവളൊന്നും അല്ല ഇവള്. 3-4 ജീവപര്യന്തൊക്കെ അനുഭവിച്ചു കഴിയുമ്പോ നന്നായിക്കോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വലിച്ചി വാ. നീ പിടിക്കൊന്നും വേണ്ടടി, എനിക്കിപ്പോ നല്ല ഭംഗിയായിട്ട് കാണാമല്ല. എന്നാലും ഞാൻ ഈ കയ്യൊന്ന് പിടിച്ചോട്ടെ. വലിയച്ചിക്കിപ്പോ ശരിക്കും കാണാലോ അല്ലേ? അതെ, ശരിക്കും ഒരു അത്ഭുതം തന്നെയാ രാജ്യമ്മയും അവരുടെ ചികിത്സയും. എങ്ങനെയായിരുന്നു ചികിത്സ? കാഴ്ച കിട്ടിയപ്പോ ആരെയും ആദ്യം കണ്ടത്? അതൊക്കെ പറയേ. വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. നീ ആദ്യം ഞങ്ങളെ ഒന്ന് വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കുവോ? ആ ബാഗ് നീ തന്നിക്കേ. ആ വിഷ്ണുവേട്ടൻ എവിടെ അമ്മേ? വിഷ്ണുമോൻ ഞങ്ങളെ കാറി കയറ്റി വിട്ടിട്ട് രോഹിത്തിനെ കൊണ്ടുപോയി. പാടി വാ വലിയച്ചി. സാർ, ശാരദാമേ, നിങ്ങളുടെ മോളുടെ അസുഖം വേറെയാ. മലയാളത്തിലും ഇംഗ്ലീഷിലും അതിനൊരു പേരുണ്ട്. പക്ഷേ പറയാൻ അറയ്ക്കും. പ്രേമിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് കൊള്ളൂ. ഒരു പെണ്ണിന്റെ മുമ്പിൽ ഒറ്റയ്ക്കൊരു നേരം
അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അയ്യോ, എന്റെ കാഴ്ച പോയതാണോ അമ്മ? എനിക്കിതൊന്നും കാണാൻ പറ്റില്ല അമ്മ. രാജി ചേച്ചിയോടല്ലേ അമ്മ ഷ്യാമയ്ക്ക് കൂട്ടിയിരിക്കാൻ പറഞ്ഞത്? രാജീവ് സാർ ഇപ്പൊ വന്നതേ ഉള്ളൂ. വന്നതിന് ശേഷം രാജിച്ച് പോയത്. വല്യേച്ചി സുഖമായിട്ടിന്ന് വരുമെന്നറിഞ്ഞ് രാജീവ് സാർ കാത്തിരുന്നതാ. അതിനിത് കാഴ്ച ബംഗ്ലാവൊന്നും അല്ലല്ലോ. ഷാരി ഇത്തടി ഞാൻ ഇറങ്ങും ശാരദ. സാറേ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ സച്ചേട്ടനും വേദനിക്കുന്നില്ലേ? അതുപോലെ മറ്റുള്ളവരുടെ വേദനയെന്ന് മനസ്സിലാക്കണം. പ്രതികാരം തീർത്ത് വേദന കാണിച്ചെന്നാണല്ലേ? ഇത്രയും വേണ്ടായിരുന്നു. ചില പാഠങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയില്ല സച്ചേട്ട. ഉപ്പും പുളിയും മധുരവും കയ്പും പോലെ തന്നെ വേദനയും വിഷമങ്ങളും അനുഭവിച്ചു തന്നെ അറിയണം. ഇനി വേണ്ട. വല്ലാത്ത വിഷമാണ്. തന്റെ കൈ പൊള്ളിയപ്പോ എന്റെ നെഞ്ചു പൊള്ളിയതുപോലെ എനിക്ക് തോന്നുന്നത്. വേദനിച്ചോ? ചെറുതായിട്ട്. ഇപ്പൊ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് സച്ചേട്ട. ഇതുണങ്ങാൻ നല്ല സമയമെടുക്കും. ഉള്ളം കൈയല്ലേ, എപ്പോഴും അനങ്ങുന്നോണ്ട് പേശികൾ വലിഞ്ഞ് മുറിവ് പെട്ടെന്ന് കരിയില്ല. എന്ത് തോന്നിയിട്ടാ താൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തേ? പൊറുക്കാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തതുകൊണ്ട്. ഈ കവിളിലുണ്ട് ആ കൈരേഖ അടക്കമുള്ള കൈപ്പത്തി. ഇത്രയൊക്കെ ശക്തി ഈ മെലിഞ്ഞ കൈകൾക്കുണ്ടല്ലേ? കണ്ണീന്ന് പൊന്നീച്ച പറന്നുപോയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് നേരിൽ കണ്ടു. പക്ഷേ എണ്ണാൻ പറ്റിയില്ല കേട്ടോ. അടിച്ച കൈകൊണ്ട് അണയ്ക്കണമെന്ന് പഴമക്കാര് പറയാറുണ്ട്. അടിച്ച കൈയാൽ അണയ്ക്കുമെങ്കിൽ ആറിടും, ആഴമേറിയ മുറിവുമെന്ന് പൂജ്യർ. ഇത് അടി മാത്രമേ ഉള്ളൂ അല്ലേ? എന്റെ കൈക്ക് മാത്രമല്ല സച്ചേട്ട, മനസ്സ് മൊത്തം ഞാൻ തീയിലിട്ട് പൊള്ളിച്ചു. അന്നേരം വന്ന കോപത്തിലല്ല, സങ്കടത്തിൽ തല്ലിപ്പോയതാ. ഏയ്, എനിക്കത് അത്യാവശ്യമായിരുന്നു. താൻ എന്നെ തല്ലിയതില് എനിക്ക് ലെവലേശ വിഷമമില്ല. തല്ലുകൊണ്ട് വളരാത്തന്റെ കുഴപ്പം എന്റെ സ്വഭാവത്തിലുണ്ട്. എനിക്കത് ഇപ്പോഴും ഓർക്കാൻ വയ്യ. ഞാൻ ആരെയാ തല്ലിയതെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോ ഭയം തോന്നുക.
അന്നേരം എന്റെ മാനസികാവസ്ഥ പ്രകടിപ്പിക്കാൻ അതല്ലാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അമ്മമാര് കുഞ്ഞുങ്ങളെ കാണാതെ വിഷമിച്ച് ഓടി നടന്നതിന് ശേഷം അവരെ കാണുമ്പോ ആദ്യം 2 കൊടുക്കുകയല്ലേ ചെയ്യുന്നേ, എന്നിട്ടല്ലേ പുഞ്ചിരിക്കുന്നത്. അത് ഇഷ്ടമില്ലാത്തോണ്ടാണോ? അല്ലല്ലോ, ഇഷ്ടം കൂടുതലുണ്ടാ. അതുപോലെ തന്നെ താനും ചെയ്തത്. പക്ഷേ അതിന് ഇത്രയും വലിയ ശിക്ഷ സ്വയം ഏറ്റപ്പോ അതെന്നെ വിഷമിപ്പിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹേട്ടൻ ചൂടിലാണല്ലോ, തണുപ്പിക്കാൻ എന്താ ഒരു വഴി? എന്താ നോക്കി നിൽക്കുന്നത്? എനിക്ക് ആവശ്യമില്ല, കൊണ്ടുപോ. ഇനി ഇത് ആവർത്തിക്കരുത്. നിനക്ക് പോവാം. മഹേട്ടാ, ഇന്ന് ഉച്ചഭക്ഷണം ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുവന്നല്ല, മാളു പറഞ്ഞിട്ടാ. മാളു പറഞ്ഞിട്ടോ? ആ അതെ, മാളു പറഞ്ഞിട്ടാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത്. അവള് വയറ് നിറയെ കഴിച്ചു. എന്റെ പാചകം അവൾക്ക് ഒത്തിരി ഇഷ്ടായി. അപ്പൊ അവളാ പറഞ്ഞത് അച്ഛനെ ഈ ഭക്ഷണം കൊടുക്കണമെന്ന്. മാളു അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രാ ഞാൻ കഷ്ടപ്പെട്ട് ഇതും കൊണ്ട് ഇവിടെ വന്നത്. ഞാനിവിടെ ഭക്ഷണമായിട്ട് വരാതിരുന്ന മാളു എന്നോട് പിണങ്ങും. ഞാൻ എന്ത് ചെയ്യും മഹിയേട്ടാ? എന്റെ മോളാണോ ഈ ഭക്ഷണം നിന്റെ ഈ തന്നയച്ചത്? ആ അതെ, മാളു അത് തന്നയച്ചത്. മഹിയേട്ടനിത് കഴിക്കണം. കഴിക്കാതിരുന്ന മാളുന് സങ്കടാവും. എന്റെ മോള് സ്നേഹത്തോട് തന്നയച്ച ഭക്ഷണമല്ലേ, അത് വേണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? രണ്ടില കൊണ്ടുവന്ന് എന്തായാലും ഭാഗ്യായി. മതി. രണ്ടുപേരും നോക്കിയിരിക്കുന്ന എന്താ? കഴിക്കൂ, കഴിക്കും മഹിയേട്ടാ. കഴിക്കാം. നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ ഇത്രയും സ്പെഷ്യൽ ആയ ഒരു ഊണായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല. ഇതെല്ലാം ഗംഗ തന്നെ ഉണ്ടാക്കിയതാണോ? അതെ, ഞാൻ ഉണ്ടാക്കിയതാ. മഹേട്ടിന് ഇഷ്ടമുള്ള കറികളാ ഇതെല്ലാം. ഇതെല്ലാം എനിക്കിഷ്ടമാണെന്ന് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഇവിടെ വന്ന് ഇരിക്കും മഹേട്ടാ, ഞാൻ വിളമ്പി തരാം. എനിക്ക് വേണ്ട മണ്ണപ്പം. വാ മഹേട്ടാ, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ ഇതെല്ലാം. എന്നാ നീ തന്നെ കഴിച്ചോ. മഹേട്ടാ, ഞാൻ ഇതെല്ലാം മഹേട്ടന് വേണ്ടിയാ ഉണ്ടാക്കിയത്. കരയാതെ ഗംഗേ, ഞാൻ കഴിക്കാം. എന്നാ വാ. കഴിച്ചു, വേഗം കഴിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ പെണ്ണിന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മോൾ അവളുടെ വെല്ലുവിളി ഏറ്റെടുത്തു. അത് വേണ്ടായിരുന്നു. എന്റെ മാത്രമല്ല, എന്റെ അച്ഛന്റെ മാനത്തിന് വില പറയുമ്പോ ഞാൻ എങ്ങനെ കേട്ടു നിൽക്കും? മാണിക്യമംഗലത്തുകാർ മംഗലശ്ശേരിക്കാരുടെ ഭിക്ഷ സ്വീകരിച്ചവരെന്നാ അവള് പറഞ്ഞത്. അവള് പറഞ്ഞത് സത്യ.
എന്റെ അച്ഛൻ ഗംഗാധര പണിക്കരുടെ സഹായം തേടി ചെന്നിരുന്നു. പക്ഷേ ആ സഹായം അച്ഛൻ 3 കൊല്ലത്തിനുള്ളിൽ മടക്കി കൊടുത്തു. എങ്കിലും പറഞ്ഞു നടക്കാൻ അതായില്ലേ? അച്ഛൻ ബിസിനസ് നടത്തി വീണ്ടും കുത്തുപാളയെടുത്തു. അവള് പറഞ്ഞതുപോലെ ആ സമയത്ത് കവിതയുടെ വിവാഹാലോചനയുമായി ഗംഗാധര പണിക്കർ വന്നത്. അവിടെയും രക്ഷപ്പെടാനായി അച്ഛൻ കൈനീട്ടുക തന്നെയായിരുന്നു. അവൾ അതൊക്കെ എണ്ണം തെറ്റാതെ എന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോ എനിക്കെങ്ങനെ കേട്ടു നിൽക്കാനാവും നമ്പീശ? അല്ല, മോളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ 1 രൂപയ്ക്കാണ് തറവാട് വാങ്ങിയതെങ്കിൽ പോലും അതിനൊരു ന്യായീകരണമുണ്ട്. അതെ നമ്പീശ, ഞങ്ങൾക്ക് ദാനം തരാൻ വേണ്ടി മുകുന്ദൻ ലേലത്തിന് വെച്ച് തറവാട് വാങ്ങി പുരാവസ്തു പോലെ ഇട്ടതാ. ആ മണ്ണ് കാട് പിടിച്ച് കിടന്നിട്ടും വീടിന്റെ മേൽക്കൂര തകർന്നു വീഴാറായിട്ടും ഒരു പണിക്കാരനെ പോലും അത് നോക്കാൻ മുകുന്ദൻ ഏൽപ്പിച്ചില്ല. മകനും അത് തന്നെ ചെയ്തു. മാണിക്യമംഗലത്തെ അവകാശിയാണെന്ന് ബോധ്യമായാൽ എഴുതിക്കളയാൻ തയ്യാറായ മട്ടില സഞ്ജു അഡ്വക്കേറ്റ് ശർമാജിയോട് സംസാരിച്ചത്. എന്ത് വിലയാ നമ്പീശ മംഗലശ്ശേരിക്കാർ ഇപ്പോഴും മാണിക്യമംഗലത്തുകാർക്ക് നൽകുന്നത്? മംഗലശ്ശേരിക്കാരുടെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും 4 ഇരട്ടി വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി എനിക്കില്ലേ? ഈ ഭിക്ഷ ദക്ഷ സ്വീകരിക്കേണ്ടതാണോ? അപമാനം കൊണ്ട് എന്റെ ശിരസ് കുനിഞ്ഞുപോയി. അത് സത്യമോളെ, പക്ഷേ ആധാരം കഴിഞ്ഞു പോയില്ലേ? അതിനു മുമ്പ് ചിന്തിക്കാനും കഴിഞ്ഞില്ല. എങ്ങനെയും എന്റെ അച്ഛനും ഏട്ടനും ഉറങ്ങുന്ന ആ മണ്ണ് സ്വന്തമാക്കുക മാത്രമായിരുന്നു എന്റെ മനസ്സില്. ഞങ്ങളുടെ കുടുംബ ദേവത ആ വീട്ടിലാ ഉള്ളത്. അന്നേരം ഈ ചിന്തകളൊന്നും എന്റെ മനസ്സിലുണ്ടായില്ല. അതിന്റെ മതിപ്പ് വില സഞ്ജുവിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം. അങ്ങനെ ഒരവസ്ഥയിൽ മംഗലശ്ശേരിക്കാരെ എത്തിക്കണം. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ അവനത് 2 കൈ നീട്ടി വാങ്ങുക തന്നെ ചെയ്യും. അവിടെയാ മോളെ ചരിത്രം ആവർത്തിക്കേണ്ടത്. നമ്പീശന്റെ ഈ ഉപദേശം ഞാൻ മനസ്സിൽ വെക്കുക തന്നെ ചെയ്യും. ആ പെണ്ണിനെ തീർത്തു കളഞ്ഞാലേ നമ്മുടെ മുന്നിലെ പകുതി പ്രശ്നം തീർന്നു കിട്ടും. ഇപ്പോ ദക്ഷ ആരാണെന്ന് അറിയുന്നത് അവള് മാത്രമാണ്. പിന്നെ അവളുടെ വാലായി നടക്കുന്ന ദിനേശനും. നമ്പീശൻ പല കുറി പറഞ്ഞിട്ടും ഞാൻ അതിന് തുനിയാത്തത് അവള് സഞ്ജു താലി കെട്ടിയ പെണ്ണായതുകൊണ്ടാ. മരുമകളാ അടുക്കളക്കാരിയായി കഴിയുന്നെന്ന് ആ വീട്ടിൽ അറിയേണ്ടവർ മാത്രം അറിയുന്നില്ല. മംഗലശ്ശേരിക്കാരെ ഒന്നാകെ തകർത്ത് കളയാനുള്ള പ്രഹരശേഷിയുണ്ട് ആ അറിവിന്. അവളെ ബാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാ. നമ്മുടെ വഴിക്ക് ഇനിയും പ്രതിബന്ധമായി വരാനാ അവളുടെ ഭാവമെങ്കിൽ പിന്നെ ദക്ഷയ്ക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരില്ല. എത്ര ദൂരം വരെ ആ പെണ്ണ് പോകുമെന്ന് നോക്കാം. അതുവരെ അവളുടെ കാര്യത്തിൽ ഞാൻ അല്പം ക്ഷമിക്കുക തന്നെ ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മല്ലികാന്റെ മുംബൈക്ക് തിരിച്ചു പോയതോടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായതുപോലായി. മല്ലിക എവിടെ ഉണ്ടെങ്കിലും നീ വീട്ടിൽ കാണില്ലല്ലോ. ഫ്രണ്ട്സിന്റെ കൂടെ കറക്കുമല്ലേ? നമ്പീഷ് ഞങ്ങൾ എവിടേക്കാ പോയത്? നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? നമ്പീശൻ ബാങ്കിലേക്കാ പോയത്. ഉടനെ വരും. മമ്മി ക്ഷേത്രത്തിലാ പോയതെങ്കിൽ എന്നോട് പറയാത്തത് എന്താ? ഞാനും കൂടെ വരില്ലേ? എന്റെ ദൈവമേ, ഞാൻ എന്തായി കേട്ടത്? രക്ഷയുടെ മോളാണോ സഞ്ജന? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നമ്മുടെ തറവാട് നമ്മുടെ കൈകളിൽ തിരിച്ചെത്തി. മമ്മിക്ക് ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ദേവിയോടല്ലേ മോളെ ആദ്യം നന്ദി പറയേണ്ടത്. മമ്മി അതുകൊണ്ട് തിടുക്കത്തിൽ പോയത്. അല്ലെങ്കിലും ഇനി ഞാൻ മമ്മിക്കൊപ്പം പുറത്തു വരാതിരിക്കുന്നതാ നല്ലത്. അതെന്താ മോളെ അങ്ങനെ പറയാൻ? മാണിക്യമംഗലം മമ്മി തിരിച്ചു വാങ്ങിയ സ്ഥിതിക്ക്
മംഗലശ്ശേരിക്കാര് ഞാൻ മമ്മിയുടെ മോളെന്നറിയില്ലേ? അതൊക്കെ കൊണ്ട് ഇത്രയും കാലം വരെ നീ എന്റെ മകളാണെന്ന കാര്യം പുറത്തു വിടാതിരുന്നത്. അതിലും വലിയ ഷോക്കാ മംഗലശ്ശേരിക്കാർക്ക് ഇനി വരാൻ പോകുന്നത്. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയറും ദക്ഷയുടെ കയ്യിലല്ലേ? ആഗ്നേയ എന്ന ഗ്രൂപ്പിനെ കുറിച്ചും അതിന്റെ MD ചന്ദ്രവർമ്മയാണെന്നും മാത്രമല്ലേ സഞ്ജുവിന് പോലും അറിയാവൂ. സഞ്ജു ഇതൊക്കെ അറിയുന്ന നിമിഷം ഞാനിപ്പോ ഓർക്കുന്നത്, അറിയിച്ചു കൊടുക്കണം മമ്മി എനിക്ക്. ഇപ്പൊ എന്റെ ദേഷ്യം മുഴുവനും സ്വാതിയോടാ. അവള് ആ വലിഞ്ഞു കയറി വന്നവളെ അടുത്ത് പിടിച്ചിരുത്തി എന്നെ ഇൻസൾട്ട് ചെയ്താ വിട്ടത്. അവളോട് എനിക്ക് പകരം ചോദിക്കണം മമ്മി. വലിഞ്ഞു കയറി വന്നവളെന്ന് മോള് പറഞ്ഞത് ആ അമ്മുനെയാണോ? അവളല്ലാതെ പിന്നെ ആരാ? സ്വാതിയല്ല മോളെ, അവളെയാ നീ സൂക്ഷിക്കേണ്ടത്. നിന്റെ ശരിക്കുള്ള പ്രതിയോഗി അവളാ. ഛേ, അങ്കിൾ എന്തൊക്കെയാ പറയുന്നേ? ഒരു വീട്ടു സെർവന്റ് എനിക്കെങ്ങനെ പ്രതിയോഗിയാകും? ഞാൻ തറപ്പിച്ച് നോക്കിയാ അവള് കരയും. എനിക്കിനി കാത്തിരിക്കാനൊന്നും വയ്യ. മമ്മി നേരിട്ടിറങ്ങി എന്റെ സഞ്ജുവിന്റെ വിവാഹം നടത്തി തരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ തലയിൽ കൈവച്ചിട്ട് പറ, നീ എന്നെ നോക്കിയില്ലെന്നോ? നീ ഇപ്പൊ കള്ളം പറഞ്ഞ എന്റെ തല പൊട്ടിത്തെറിച്ചു. വിശാൽ സാറേ പറ. നോക്കി. ആ, എന്തിനാ നോക്കിയേ? അത് പറയാൻ. വിശാൽ സാറ് കൊറേ മാറിപ്പോയി. ഞാൻ മാറിപ്പോയോ? എങ്ങനെ? വിശാൽ സാറ് കള്ളൊന്നും പറയാത്ത ആളാന്നാ ഞാൻ കരുതിയേ. എന്നിട്ട് ഞാനൊരു പെരുങ്കള്ളനാണെന്നാണ് നിനക്ക് മനസ്സിലായത്? അല്ല, അങ്ങനെയല്ല. പിന്നെ എന്താ നിന്റെ മനസ്സില്? വേഗം പറഞ്ഞേ. എന്നെ രക്ഷിക്കാൻ വേണ്ടി വിശാൽ സാർ കള്ളം പറഞ്ഞില്ലേ? നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞെന്നോ? ആരോട്? അമ്മയോട്. മ്യൂസിക്, മാജിക്, ലോജിക് ബോക്സിന്റെ കാര്യത്തില്. അതാണോ? അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വേറെയും കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ. മണ്ഡപത്തിൽ വെച്ച് എന്റെ അമ്മ നിൽപ്പുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ടേ എന്തിനാ എന്നെ രക്ഷിക്കുന്നേ? എന്തിനാണെന്ന് നിനക്കറിയില്ലേ? ഇല്ല. എന്നാലേ നീ അറിയണ്ട. പറ വിശാൽ സാറേ. നീ അങ്ങനെ എപ്പോഴേ കേട്ട് സൂഹിക്കണ്ട. എനിക്കറിയാം. വിശാൽ സാർ തന്നെ എന്നോടത് പറഞ്ഞിട്ടുണ്ട് അന്ന് അച്ഛന്റെ മുറിന്ന് പുറത്തിറങ്ങി വന്നപ്പോ. എന്ത്? ഈ പൊട്ടിപ്പെണ്ണിനോട് വിശാൽ സാറിന് എത്ര ഇഷ്ടമാണെന്ന്. അത് ഞാൻ വെറുതെ പറഞ്ഞത് അല്ല, വിശാൽ സാർ അത് ശരിക്കും പറഞ്ഞത് തന്നെയാ. ആ, ഇതാ പറഞ്ഞത്. നീ വെറും പൊട്ടിയാണെന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും. അത് സത്യമാണെന്ന് വിശ്വസിച്ച് പുറകെ നടക്കുകയും ചെയ്യും. എന്തിനാ എന്നെ പിടിച്ചു നിർത്തുന്നത്? എന്നെ ഇഷ്ടമല്ലല്ലോ. വിട്ടേ, എനിക്ക് പോണം. എങ്ങോട്ട്? അടുക്കളയിലേക്ക്. ഞാനിവിടുത്തെ അടുക്കളക്കാരിയല്ലേ? അതെ, ഞാനും വരട്ടെ. എന്തിനാ? ഈ അടുക്കളക്കാരിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ. അതെ, പെൺകുട്ടികളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരെ തെമ്മാടികളാ. ഞാനും തെമ്മാടിയാ. പക്ഷേ ഈ തെമ്മാടി ഈ പെൺകുട്ടിയെ മാത്രമേ നോക്കൂ. ആര്?
ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു തട്ടിപ്പും അറിയാത്ത നിഷ്കളങ്കയായ ഈ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേരറിയാമോ? അറിയാം. എന്താ പേര്? തേൻമിഠായി. തേൻമിഠായിയോ? ഇതാണ് ആ തേൻമിഠായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്താ ചൂലുമായി രാത്രി കറങ്ങി നടക്കുന്നേ? ഇതൊക്കെ പകല് ചെയ്താലെന്താ? പകൽ അവൾക്ക് ഇതിനൊന്നും നേരമില്ല സുശീലേ. ആക്രി സാധനങ്ങൾ വൃത്തിയാക്കാനും CI അരവിന്ദന് പൂക്കൾ പരിശോധിക്കാൻ കൊടുക്കാനും ഒക്കെയല്ലേ ഉള്ളൂ നേരം. അച്ഛന് മരുന്ന് കൊടുക്കുന്ന പോലെ ഓരോ ജോലിക്കും ഓരോ സമയമുണ്ടമ്മേ. അമ്മയും ആന്റിയും വിശാൽ സാറും ഒക്കെ രാത്രി തുമ്മാതെ കിടന്നുറങ്ങുന്നത് എല്ലാവരുടെ റൂമും രാത്രി ഞാൻ തൂത്ത് വൃത്തിയാക്കുന്നതുകൊണ്ടാ. ഓ, വലിയ കാര്യമായി പോയല്ലോ. വെറുതെ അല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നേ. കൃത്യമായ ശമ്പളം മാസം എണ്ണി മേടിച്ചിട്ടല്ലേ? നിന്റെ പറച്ചിൽ കേട്ടാ എന്തോ ഔദാര്യം ചെയ്യുന്ന പോലുണ്ടല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. എടി, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നീ മറുപടി പറയൂ. എങ്കിൽ അതൊന്നും അറിയണമല്ലോ. നീ എന്തിനാ ആ സരളയോട് ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാളുടെ ജോലി ഒരാളെ കൊണ്ട് ചെയ്യിക്കാന്ന് കരുതി സരള ചേച്ചിയോട് വരണ്ടാന്ന് പറഞ്ഞവര് തന്നെ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്തിനാ? കണ്ടോ അവളുടെ നിഷേധത്തരം കണ്ടോ? നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചപ്പോ അവള് നമ്മളെ ചോദ്യം ചെയ്യുന്നു. നിന്റെ അധികാരവും ഭരണമൊക്കെ ആ പാവം ജാസ്മിനോട് കാണിച്ചാ മതി. ഈ വീട്ടിലെ മരുമകളാകേണ്ട പെണ്ണിനെ ഈ വീടിന്റെ ഔട്ട് ഹൗസിലേക്ക് മാറ്റിയത് നിന്റെ വിജയമായിട്ട് നീ കാണരുത്. അവളെ പുറത്താക്കിയതുപോലെ ഏത് നിമിഷവും അവള് നിന്നെയും ഈ കോമ്പൗണ്ടിന് പുറത്താക്കും. അതിനി അധികം ദിവസമൊന്നും വേണ്ടി വരില്ല. ഞാൻ ആരെയും പുറത്താക്കിയിട്ടില്ല. അമ്മ ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് പ്രകാരം നടപടിയെടുത്തത് അമ്മയുടെ മരുമകളാണ്. അന്ന് അമ്മ എന്തുകൊണ്ട് അത് തടഞ്ഞില്ല? വേണ്ട, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ടില്ലേ അമ്മ കൈ പിൻവലിച്ചത്? അമ്മയ്ക്കും അറിയാം എന്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ലാന്ന്. കണ്ണടച്ചു നിൽക്കുന്നവർക്ക് കാഴ്ച ഇരുട്ട് മാത്രമായിരിക്കും. എനിക്കിനി അടുക്കളയും കൂടി വൃത്തിയാക്കിയിട്ടേ ഒന്ന് തലചായ്ക്കാൻ പറ്റൂ. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. എന്റെ പ്രഭേച്ചി, ഇത് വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ജാസ്മിൻ മാത്രമല്ല ചേച്ചിയും ഈ വീടിന്റെ പടിക്ക് പുറത്താ. അതോർത്താ നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പാടുന്നുള്ള കാര്യം മറ്റാരും അറിയാതെ വെച്ചേക്കുവാ. താൻ ശിവപാർവതിമാർക്ക് വേണ്ടിയാ പാട്ട് പാടുന്നത്. അവർക്കറിയാം കാര്യങ്ങളൊക്കെ, അവര് നോക്കിക്കോളും. ദൈവമേ, കൃഷ്ണ തുളസിയുടെ പാട്ട് കൃഷ്ണ തുളസിയായിട്ട് തന്നെ താൻ പാടണം. സാർ ഒന്നും വേണ്ട. ആരെങ്കിലും കേട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. താൻ വാ,
ഇവിടെ നമ്മൾ അറിയാവുന്നവരാരുമില്ല, ആരും കേൾക്കുകയില്ല. വാ. അമൃതേർത്തി സമ്മതിച്ചിരിക്കുന്നു. അമൃതേർത്തി സമ്മതിച്ചിരിക്കുന്നു. ഐശ്വര്യ, ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ പ്ലീസ്. ഇനി ഏട്ടത്തിയെ ഒറ്റയ്ക്ക് വിടുന്ന പ്രശ്നമില്ല. ഏട്ടത്തിയുടെ മനസ്സ് വിഷമം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞങ്ങളും കൂടെ കാണും. മോളെ, നീ വിഷമിക്കാതെ. ദേ, ഞങ്ങളുണ്ട് മോളുടെ കൂടെ. ഐശ്വര്യ മോളുണ്ട്, ദേ അപ്പച്ചിയുണ്ട്, പിന്നെ ആ ജയന്തിയില്ലേ, അവളും ഉണ്ട്. ഞങ്ങളൊക്കെ ഉണ്ട്. അമൃതേർത്തിക്ക് ശ്യാമയോട് ആകെ ദേഷ്യാണെന്ന് മനസ്സിലായി. അല്ല, അതങ്ങനെ സംഭവിക്കൂ. കള്ളം ഒരുപാട് നാള് മൂടി വെക്കാൻ പറ്റില്ലല്ലോ. എടുത്തി, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. എന്താ ശ്യാമ അമൃതേർത്തിയോട് കാണിച്ചത്? കാര്യം പറ അമൃതേർത്തി. എന്തായാലും നമ്മളിപ്പോ ഒറ്റക്കെട്ട. ഇനി അമൃതേർത്തി പറ, ശ്യാമ അമൃതേർത്തിയോട് എന്താ ചെയ്തേ? എനിക്ക് ആരോടൊന്നും പറയാനില്ല. എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുക. മോളെ, ഞങ്ങളും മോളെ പറ്റിച്ചിട്ടില്ല. കൂടെ നിൽക്കാനേ നോക്കിയിട്ടുള്ളൂ. ക്ഷേത്ര ദർശനം ഇങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? മനുഷ്യനെ പറ്റിക്കാൻ. അമൃതേർത്തി പറയുന്നത് ശ്യാമയെ കുറിച്ചാണെന്ന് മനസ്സിലായി. കാര്യം എന്താണെന്ന് ചോദിക്കുന്നില്ല. എന്തായാലും ഏടത്തിയുടെ മനസ്സ് വേദനിപ്പിച്ച അവളോട് ഞാൻ പകരം ചോദിക്കും. എനിക്ക് വേണ്ടി ആരും ആരോട് പകരം ചോദിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നെ തോപ്പിക്കാൻ ഞാൻ ആരെ സമ്മതിക്കില്ല. എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ഓക്കെ അമൃതേർത്തി, ഓക്കെ. അമൃതേർത്തി വിശ്രമിക്ക്. അപ്പച്ചി വന്നേ, അമൃതേർത്തി വിശ്രമിക്കട്ടെ. ചെങ്കൽ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയിരിക്കുന്നു. പോയിട്ടിങ്ങ് വരട്ടെ. അപ്പച്ചി, ഞാനൊരു ശപഥം ചെയ്തില്ലേ, അവരെ തമ്മിൽ തെറ്റിക്കുമെന്ന്. ആ ശപഥം ഫലിക്കുന്നത് കണ്ടോ? സമ്മതിച്ചിരിക്കുന്നു മോളെ, സമ്മതിച്ചിരിക്കുന്നു. ശ്യാമയുടെ പൂജയും ഭക്തിയൊക്കെ ഇനി അമൃത തീർത്തു കൊടുക്കും. അല്ല, അവിടെ ക്ഷേത്രത്തിൽ തന്നെ അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, അമ്മ പറഞ്ഞ പോലെ ഞാൻ ക്ഷേത്രനടയിൽ പാടി. അമ്മ ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. ഞാൻ പാട്ട് കേട്ടു. ആ കൈ ഇങ്ങോട്ട് നീട്ടു. എന്താ മോളെ, ഈ ചരട് കയ്യിൽ കെട്ടാനാ. ചരടോ? എന്ത് ചരട്? ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. ആപത്തുകളിൽ ഒരു രക്ഷ കിട്ടും. രണ്ടുപേരും കെട്ടിക്കോ. അല്ല, അത് മോളെ, ആ കൈയൊന്ന് നീട്ടിക്കേ, ഞാൻ കെട്ടിത്തരാം. മോനെ ആ കൈയൊന്ന് നീട്ടിക്കേ. വേണ്ട, പ്ലീസ്. ഇത് ഇവിടുന്ന് പോകുന്നത് വരെ അഴിച്ചു മാറ്റരുത്. എന്താ? ആ അമ്മ എന്റെ കൈ തൊട്ടപ്പോഴേ പറയാൻ പറ്റാത്തൊരു ഫീലായിരുന്നു.
ഈ ദേഹത്തൊരു തണുപ്പ് വന്ന പോലെ. എനിക്കെന്തോ അവരുടെ രീതികൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അന്ന് നിന്നെ പറ്റിച്ചില്ല ഒരു സന്യാസി, അതുപോലെ ആരോ ആണ് ഇവര്. ഏയ്, എനിക്കങ്ങനെയും തോന്നുന്നില്ല. അല്ലല്ല, എനിക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ചെറുതായിട്ട്. കാശിന് വേണ്ടി ചുറ്റിപ്പറ്റി നടക്കുന്ന ആരോ ആണെന്ന്. വൈകുന്നേരം നമ്മൾ മടങ്ങാൻ സമയമായിരിക്കും ഇവര് കാശും ചോദിച്ചു വരുന്നത്. താൻ ആ ചരടങ്ങ് മാറ്റിക്കേ, ഇവര് നമ്മളെ മണ്ടരാക്കിയതാ. സർ വേണ്ട, എന്തായാലും അമ്മ കെട്ടിത്തന്നതല്ലേ. എനിക്കെന്തോ അവരത്ര സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്നില്ല. സർ, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുമെന്നൊക്കെ അല്ലായിരുന്നു പറഞ്ഞത്. ഇവിടെ ആരാ നമുക്ക് ശത്രുക്കളിരിക്കുന്ന? താനും ആ കയ്യിലെ ചരടം കഴിച്ചു മാറ്റി. ഏയ്, അത് വേണ്ട സർ, ഇതെന്റെ കൈ കിടന്നോട്ടെ. ഇവിടുന്ന് പോവാൻ സമയത്ത് മാറ്റിക്കോളാം. വേണ്ടടോ, ഇതം കഴിച്ചു മാറ്റി. സർ, അന്ന് അമ്പലത്തില് സന്യാസി നിന്നെ പറ്റിച്ചതിന് ശേഷം ഇങ്ങനെയുള്ളവരെ എനിക്കങ്ങ് പിടിക്കാറില്ല. ഇവരിത് എവിടെ പോയി കിടക്കുക? ആ ശിവലിംഗത്തിന്റെ അടുത്തവരെത്തും മുമ്പ് നമുക്ക് അവിടെ ചെന്ന് കാത്തിരിക്കാം. രണ്ടിന്റെ അവസാനം അവിടെ വെച്ചായിരിക്കും. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് കളറുകൾ കുറവാണെന്ന് തോന്നുന്നു. ഉള്ള കളർ വെച്ച് നീ പെയിന്റ് ചെയ്യാൻ നോക്ക്. ചേട്ടച്ചാര് കാണരുത്. അത് വേറെ സെറ്റ്, നമ്മൾ വേറെ സെറ്റ്. കൊച്ചേട്ടൻ വാ, നമുക്കൊന്ന് കറയും കളയാം. ഭഗവാനെ കൃഷ്ണ, വെറും കൈയോടെ നാട് വിട്ടു വന്ന എനിക്ക് നീ പല സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ എന്റെ രാധ എനിക്ക് തിരിച്ചു തരാൻ മാത്രം നീ ഒരിക്കലും കരുണ കാണിച്ചിട്ടില്ല. അവൾ നാട് വിട്ടു പോയ നാളുകളിൽ അന്വേഷിക്കാൻ ഇന്നവൾ തിരിച്ചറിയാനാവാത്ത വിധം വളർന്നിട്ടുണ്ടാവും. അവളെ തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ച് അവളെ നീ എനിക്ക് മുന്നിൽ എത്തിക്കണം. പ്രണയിക്കുന്ന ഹൃദയങ്ങൾക്ക് എന്ന് മത്താണിയായിട്ടുള്ള നിന്നോട് മാത്രമേ എനിക്കിത് പറയാൻ പറ്റൂ. കൃഷ്ണ, ഭഗവാനെ, ഭയത്തിന്റെയും അലച്ചിലിന്റെയും നാളുകൾ കഴിഞ്ഞതേയുള്ളൂ. ഇതിനിടയിൽ എനിക്ക് അന്വേഷിക്കാൻ കഴിയാതെ പോയ എന്റെ കൃഷ്ണനെ തിരിച്ചു തരാൻ നീ വേണം സഹായിക്കാൻ. ഇപ്പോഴുള്ള എന്റെ പ്രാർത്ഥന എന്റെ സ്വന്തം കൃഷ്ണന് വേണ്ടിയാ. എത്രയും വേഗം കൃഷ്ണൻ എന്റെ മുന്നിൽ വന്നു ചേരാൻ നീ അനുഗ്രഹിക്കണം. എന്റെ കൃഷ്ണനെ എന്റെ അരികിലേക്ക് എത്തിക്കണം. ഭഗവാനെ, ഭക്തവത്സല, സഹായിക്കണേ.
ഹലോ സാർ. ഹലോ ബാസി, എന്തായി? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ആളെ നീ കണ്ടെത്തിയോ? കണ്ടോന്ന് ചോദിച്ചാ കണ്ടെത്തി. പക്ഷേ പറഞ്ഞ ലക്ഷണങ്ങളിൽ ചില മാറ്റങ്ങളുണ്ട്. അതാ ഒരു കൺഫ്യൂഷൻ. എന്ത് മാറ്റം? പ്രധാന മാറ്റം ഉടുത്തിരിക്കുന്നത് കാവ്യല്ല, വെള്ള വസ്ത്രമാണെന്നുള്ളതാ. അവരടുത്ത് പൂജയുടെ തട്ടവും പിന്നെ ദേവിയുടെ ശിരസ്സൊന്നും കാണാനുമില്ല. ബാക്കി ലക്ഷണങ്ങളൊക്കെ പക്കയാ. അത് നീ ശ്രദ്ധിക്കണ്ട. ഒളിച്ചും കറങ്ങിയും നടക്കുമ്പോ ഇങ്ങനെ ചിലതൊക്കെ ചെയ്യുന്നത് ഉറപ്പാ. ഏതായാലും ആളുടെ അടുത്ത് പോയി ഒന്ന് നോക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചൊരു ഡയലോഗ് അടിച്ചു നോക്ക്. അപ്പൊ അവരുടെ പ്രതികരണം കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് എന്നെ വിളിക്കാം. അപ്പൊ ഞാൻ അങ്ങോട്ട് എത്താൻ നോക്കാം. ശരി സാറേ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ശരി. അപ്പോ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.